ഇത്തവണത്തെ ഈദിന് വളരെ സ്പെഷ്യലായിട്ടുള്ള കൊച്ചിക്കാരുടെ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാം. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വർഷത്തെ ഈദ് പോലെ തന്നെ ലോക്ക്ഡൗണിൻ്റെ ഇടയ്ക്കാണ് ഇത്തവണയും നമുക്ക് ഈദ് വന്നിരിക്കുന്നത്. അതായത് നമ്മൾ ഈ കൊറോണ കൊണ്ട് കഷ്ടപ്പെടാൻ തുടങ്ങിയിട്ട് ഒരു വർഷത്തിന് മുകളിലായി. എങ്കിലും കുഴപ്പമില്ല, നമുക്ക് നല്ലതിന് വേണ്ടിയിട്ടാണല്ലോ വീട്ടിൽ തന്നെ ഇരിക്കാൻ പറയുന്നത്. അപ്പോൾ ഇത്തവണത്തെ ഈദിന് വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ ചിക്കൻ ബിരിയാണിയാണ് ഞാൻ കാണിക്കുന്നത്. അതായത് എൻ്റെ മദറിനിലൂടെ സ്പെഷ്യൽ റെസിപ്പിയാണിത്. ഈ റെസിപ്പി തന്നെയാണ് ഞാനും ഫോളോ ചെയ്യാറുള്ളത്. അപ്പം ഞാൻ ചെയ്ത് കഴിയുമ്പം എൻ്റേതായ ഒരു രീതിയിലോട്ട് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഒറിജിനൽ റെസിപ്പി നിങ്ങൾക്ക് വേണ്ടി കാണിക്കാൻ വേണ്ടി ഉമ്മ തന്നെയാണ് ഇവിടെ ഇത് ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ റെസിപ്പിയിലോട്ട് കടക്കാം. ഇത് ചുവന്നുള്ളി വെച്ചിട്ടാണ് ഇതിൻ്റെ ചിക്കൻ മസാല റെഡിയാക്കുന്നത്. 400 ഗ്രാം ചുവന്നുള്ളിയാണ് ഇവിടെ എടുത്തു വെച്ചിരിക്കുന്നത്. ഒരു കുടം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, അതായത് ഒരു 50 ഗ്രാം വെളുത്തുള്ളി ഉണ്ട്. പച്ചമുളക് ഒരു 100 ഗ്രാം പച്ചമുളകും എടുത്തു വെച്ചിട്ടുണ്ട്. ഇഞ്ചി ഒരു 75 ഗ്രാം ഇഞ്ചിയും എടുത്തു വെച്ചിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ അളവ്. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു ഈ ബിരിയാണി ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ. നമുക്ക് ഇനി ഇതെല്ലാം കൂടി ഒന്ന് ജസ്റ്റ് മിക്സിയിലിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് അരഞ്ഞ പോലെ എടുക്കാം. എങ്കിലും പേസ്റ്റ് രൂപത്തിൽ അരയേണ്ട ആവശ്യമില്ല, ക്രഷ് ചെയ്തെടുത്താലും മതി. ഇത്ര ഐറ്റംസ് നല്ലതുപോലെ ഇവിടെ മിക്സിയിൽ ക്രഷ് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. അടുത്തായി നമുക്ക് 3 മീഡിയം സൈസ് തക്കാളി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇതിനോടൊപ്പം തന്നെ കുറച്ച് മല്ലിയില എടുത്ത് വെച്ചിട്ടുണ്ട്. അതുകൂടാതെ ഒരു നാരങ്ങയുടെ നീരും വേണം, 1 കപ്പ് കട്ട തൈരും വേണം. ഇത് ഇത്രയും സൈഡിൽ മാറ്റി വയ്ക്കുക. ഇനി നമുക്ക് ഈ മസാല റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ നെയ്യും 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി മിക്സ് ചെയ്യുക. എന്നിട്ടിത് നല്ലതുപോലെ ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ആ അരച്ചു വെച്ചിരിക്കുന്ന മസാല ഇതിലോട്ടിടാം. ഇട്ട ഉടനെ തന്നെ ഒരു 2-3 മിനിറ്റ് ഹൈ ഫ്ലെയിമിലിട്ട് അതിൻ്റെ ആ വെള്ളമയമൊക്കെ ഒന്ന് കളയുക. ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണം, അല്ലെങ്കിൽ അടിപിടിക്കാനൊക്കെ സാധ്യതയുണ്ട്. ആ വെള്ളമയം ഒന്ന് പോയതിന് ശേഷം നല്ലതുപോലെ തീ കുറച്ച് വയ്ക്കുക. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തോണ്ട് ഇതിൻ്റെ പച്ചമണം പോകുന്നിടം വരെ നമുക്ക് വഴറ്റിയെടുക്കണം. അതായത് ഏകദേശം 15 മിനിറ്റോളമൊക്കെ വഴറ്റേണ്ടി വരും. 10 മുതൽ 15 മിനിറ്റോളം വഴറ്റേണ്ടി വരും. അപ്പോൾ ചെറിയ തീയിലായിരിക്കണം, പ്രത്യേകം ശ്രദ്ധിക്കണം. അതായത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും, നമ്മൾ ചുവന്നുള്ളി വെച്ചിട്ടാണ് ഈ മസാല റെഡിയാക്കുന്നത്. അതാണ് ഈ ബിരിയാണിയുടെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി. ഇതിൻ്റെ കൂടെ സവാള നമ്മൾ ചേർത്ത് കൊടുക്കുന്നില്ല. അപ്പോൾ ഈ സമയത്ത് പാകത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഈ സവാള ചേർത്ത് കൊടുക്കാതെ ചുവന്നുള്ളി കൊണ്ട് മാത്രമാണ് ഈ ബിരിയാണി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് ഈ ബിരിയാണിക്ക്. അതുപോലെ തന്നെ ഈ മസാല വഴറ്റുന്നതിലാണ് ഈ ബിരിയാണിയുടെ ടേസ്റ്റ് ഇരിക്കുന്നതും. കാരണം ഇതിൻ്റെ പച്ചമണം നല്ലതുപോലെ പോകണം, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി അടുത്തതായിട്ട് നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയാണിത്. ഈ സവാള 3 വലിയ സവാളയാണ് നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞു വെച്ചിരിക്കുന്നത്. അതുകൂടാതെ 1 കപ്പ് മല്ലിയില അരിഞ്ഞതും 1 കപ്പ് പുതിനയുടെ ഇല അടർത്തിയതും എടുത്തു വെക്കുക. ഇത് പൊരിച്ചു കോരാൻ വേണ്ടിയിട്ടുള്ളതാണ്, അത് ഞാൻ പറഞ്ഞു തരാം. അടുത്തതായിട്ട് ഇത് എത്ര കിലോ ചിക്കനുള്ള മസാലയാണ് റെഡിയാക്കിയെന്ന് പറഞ്ഞില്ലല്ലോ. ഇത് 1.5 കിലോ ചിക്കൻ ബിരിയാണി കട്ടാണ് എടുത്തു വെച്ചിരിക്കുന്നത്. നല്ലതുപോലെ ക്ലീൻ ചെയ്ത് ഒരു അരിപ്പക്കൊട്ടയിലോട്ട് ഇട്ട് വെള്ളം കളഞ്ഞ് സൈഡിൽ വെക്കുക. ഇപ്പം നമ്മുടെ ഈ മസാല ഒരുവിധം ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. വീണ്ടും നല്ലതുപോലെ ചെറിയ തീയിലിട്ട് 10 മുതൽ 15 മിനിറ്റ് വരെയും വഴറ്റി കൊടുക്കുക. ഇളക്കിക്കൊണ്ട് ഇരിക്കണം. ഇനി ഇത് വഴന്ന് വന്നതിന് ശേഷം ഇതിലോട്ട് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് നമുക്ക് ഇതിലോട്ട് ആദ്യം ചേർത്ത് കൊടുക്കേണ്ടത്. അതിന് ശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. അടുത്തതായിട്ട് ഇതിലേക്ക് ഗരം മസാല 2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുകയാണ്. 2 ടീസ്പൂൺ എന്ന് പറഞ്ഞാൽ പെരിഞ്ജീരകം കൂടി ചേർത്ത് പൊടിച്ച ഗരം മസാലയാണ്ടാണ് 2 ടീസ്പൂൺ. ഇനി പെരിഞ്ജീരകം ചേർത്ത് പൊടിക്കാത്ത ഗരം മസാലയാണെങ്കിൽ 1 ടീസ്പൂൺ ഗരം മസാലയും 1 ടീസ്പൂൺ പെരിഞ്ജീരക പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് തീ കുറഞ്ഞിരിക്കണം കേട്ടോ, അത് പ്രത്യേകം ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ കരിഞ്ഞു പിടിക്കും, അടി പിടിക്കാനൊക്കെ സാധ്യതയുണ്ട്. ഇനി ഇതിലോട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ 1 ടീസ്പൂൺ സാജീരം പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. ഉമ്മ പണ്ടൊക്കെ ബിരിയാണി ഉണ്ടാക്കുന്ന സമയത്ത് അത് ചേർക്കാറില്ലായിരുന്നു. ഇപ്പം ബിരിയാണിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് സാജീരകം പൊടിച്ചത് ഇടയ്ക്ക് ചേർത്ത് കൊടുക്കാറുണ്ട്. അത് ഓപ്ഷണലാണ്, ഇഷ്ടമുള്ളവർ മാത്രം ചേർത്ത് കൊടുക്കുക. ഇനി ഇത് നല്ലതുപോലെ
ചെറിയ തീയിലിട്ട് ഇളക്കി കൊടുത്ത് ഈ പൊടികളുടെ പച്ചമണം മാറുന്നിടം വരെ ഇളക്കി കൊടുത്തോണ്ടേയിരിക്കണം. ചെറിയ തീയിൽ കിടന്ന് ഇതിൻ്റെ പച്ചമണമൊക്കെ പോയതിന് ശേഷം ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയിലയും തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കാം. നാരങ്ങ നീര് ഇപ്പോൾ ഒഴിച്ചു കൊടുക്കരുത്, പിന്നെ ഒഴിച്ചു കൊടുത്താൽ മതി. ഈ തക്കാളിയൊക്കെ ഈ മസാലയിലോട്ട് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. വേണമെങ്കിൽ നിങ്ങൾക്കൊരു 3 മിനിറ്റോളം വെയിറ്റ് ചെയ്ത് തക്കാളിയൊക്കെ ഒന്ന് നല്ലതുപോലെ വെന്ത് വാടി വന്നതിന് ശേഷം ചിക്കൻ ചേർത്ത് കൊടുത്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തിരക്കൊക്കെ ഉള്ള ദിവസങ്ങളിലാണെങ്കിൽ ഈ തക്കാളി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ആ കഴുകി വാരി വെച്ചിരിക്കുന്ന ചിക്കൻ പീസസ് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. ഇനി ചിക്കൻ പീസസ് ആണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. ചിക്കൻ്റെ ലെഗ് പീസൊക്കെ ഒന്ന് വരഞ്ഞതിന് ശേഷം ഇട്ടാൽ ഒന്നും കൂടി നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ മസാലയൊക്കെ നല്ലപോലെ ഉള്ളിലോട്ട് കയറും. ഇനി ഇത് നല്ലതുപോലെ ഈ മസാലയിൽ പൊതിഞ്ഞിരിക്കുന്ന രീതിയിൽ ചിക്കൻ പീസസ് മിക്സ് ചെയ്ത് കൊടുക്കാം. പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തോണം. ഈ മസാല ചിക്കനിൽ പൊതിഞ്ഞിരിക്കുന്ന രീതിയിൽ നമുക്കൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ചിക്കനിൽ മസാല പൊതിഞ്ഞിരിക്കുന്ന രീതിയിൽ ഇളക്കി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയിലയും കുറച്ച് പുതിനയും കൂടി ഫ്രഷ് ആയിട്ടുള്ളത് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ചെറിയ തീയിലിട്ട് അവിടെ മൂടി വെച്ച് വേവിക്കാനായിട്ട് വെക്കാം. ഇനി നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള റൈസ് പ്രിപ്പയർ ചെയ്യാം. അതിനുവേണ്ടി ഇവിടെ ഒരു നല്ല ചൂട് കട്ടിയുള്ള ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 4 ടേബിൾ സ്പൂൺ നെയ്യും 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി മിക്സ് ചെയ്തതിന് ശേഷം ചൂടാക്കുക. ആദ്യം നമുക്ക് ഈ ബിരിയാണിക്ക് വേണ്ടുന്ന സവാളയും മല്ലിയിലയും പുതിനയും പൊരിച്ചു കോരണം. അത് പൊരിച്ചു കോരുന്നത് നെയ്യും വെളിച്ചെണ്ണയും മിക്സ് ചെയ്ത ഓയിലിലോട്ടാണ്. അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ ഇത് സവാള പൊരിച്ചതിൻ്റെ ക്രിസ്പിനെസ് ഒക്കെ കുറേ നേരം നീണ്ടു നിൽക്കും. അല്ലെങ്കിൽ വെളിച്ചെണ്ണയിൽ മാത്രമാണ് പൊരിച്ചെടുക്കുന്നതെങ്കിൽ പെട്ടെന്ന് വാടിപ്പോകും സവാളയൊക്കെ. ആ നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞു വെച്ചിരിക്കുന്ന 3 സവാളയും ഈ ഓയിലിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ബ്രൗൺ കളർ ആകുന്നിടം വരെ ഇളക്കി കൊടുത്ത് നമുക്ക് പൊരിച്ചെടുക്കണം. പൊരിച്ച് കോരി ഒരു പ്ലേറ്റിലോട്ട് മാറ്റി വയ്ക്കുക. ഇതൊക്കെ ഞാൻ പലതവണ വീഡിയോയിൽ കാണിച്ചു തന്നിട്ടുള്ളതാണ്. അതുകൊണ്ട് ഞാനത് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരുന്നില്ല. അതുപോലെ തന്നെ സവാള പൊരിച്ചു മാറ്റിയതിന് ശേഷം അതേ ഓയിലിലോട്ട് തന്നെ മല്ലിയിലയും പുതിനയും ഓരോ കപ്പ് വീതം അരിഞ്ഞു വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അതും നല്ല ക്രിസ്പി ആയിട്ട് പൊരിച്ച് ഒരു പ്ലേറ്റിലോട്ട് മാറ്റി വയ്ക്കുക. ഇപ്പം നിങ്ങൾ കണ്ടില്ലേ, സവാളയൊക്കെ നല്ല ഗോൾഡൻ ബ്രൗൺ കളറിലാണ് പൊരിച്ച് മാറ്റി വെച്ചിരിക്കുന്നത്. ഈ കളർ കിട്ടുന്നതും ആ നെയ്യും വെളിച്ചെണ്ണയും കൂടി മിക്സ് ചെയ്ത് ഒഴിച്ചുകൊണ്ട് തന്നെയാണ്. അപ്പോൾ ഇത് നിങ്ങൾ സൈഡിലോട്ട് മാറ്റി വയ്ക്കുക. ഇനി നമുക്ക് ആ വെന്ത് വന്നിരിക്കുന്ന ചിക്കൻ മസാലയൊന്ന് നോക്കാം. ചിക്കൻ മസാലയൊക്കെ ഇപ്പം നല്ലതുപോലെ വെന്ത് പാകമായി വന്നിട്ടുണ്ട്. കുറേ വെള്ളം ഒക്കെ ഇതിൽ നിന്ന് ചിക്കൻ വെന്ത് വന്നപ്പോൾ തന്നെ വന്നിട്ടുണ്ട്. നമ്മൾ വെള്ളമൊന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ല. ചിക്കൻ്റെ തന്നെ വെന്ത് വന്നപ്പോൾ ഇറങ്ങിയിട്ടുള്ള വെള്ളമാണ്. ഇനി ഇതിലേക്ക് ഈ സമയത്താണ് നാരങ്ങാ നീര് ചേർത്ത് കൊടുക്കേണ്ടത്. നാരങ്ങാ നീര് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് 1/2 കപ്പ് കട്ട തൈരും കൂടി ചേർത്ത് കൊടുക്കാം. 1 കപ്പ് എടുത്തു വെച്ചിരുന്നെങ്കിലും 1/2 കപ്പ് തൈര് ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ ചിക്കൻ വെന്ത് വന്നു കഴിയുമ്പോൾ അതിനകത്ത് എത്രത്തോളം വെള്ളം ഉണ്ടെന്നനുസരിച്ചിരിക്കും തൈര് ചേർത്ത് കൊടുക്കുന്നതിൻ്റെ ഒരളവ്. അപ്പം അധികം വെള്ളം ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് 1 കപ്പ് വരെ തൈര് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇതിലോട്ട് 1/2 കപ്പ് തൈരാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതും അധികം പുളിയില്ലാത്ത തൈരാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് കേട്ടോ. നല്ല പുളിയുള്ള തൈര് ചേർത്ത് കൊടുക്കരുത്. ഇനി നമുക്ക് റൈസ് പ്രിപ്പയർ ചെയ്യാം. അതിനുവേണ്ടി ആ സവാളയും മല്ലിയിലൊക്കെ പൊരിച്ചെടുത്ത അതേ ഓയിലിലോട്ട് തന്നെ കുറച്ചും കൂടി നെയ്യ് ചേർത്ത് കൊടുക്കുവാണ്. ഏകദേശം 2 ടേബിൾ സ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നല്ലതുപോലെ ചൂടായി വരുമ്പോൾ എടുത്തു വെച്ചിരിക്കുന്ന 2 ഇഞ്ച് കഷ്ണം പട്ട, ഒരു 3-4 ഏലക്ക, കുറച്ച് ഗ്രാമ്പു, അതായത് 4-5 ഗ്രാമ്പു എല്ലാം കൂടി ചേർത്ത് കൊടുക്കുവാണ്. അതിനുശേഷം അതിനോടൊപ്പം തന്നെ അത് ചൂടായി വരുമ്പോൾ ഒരു പകുതി സവാള അല്ലെങ്കിൽ ചെറിയ ഒരു സവാള നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞത് അതുകൂടി ചേർത്ത് കൊടുക്കുവാണ്. എന്നിട്ട് ഇത് നല്ലപോലെ ഒന്ന് വഴന്ന് വരുമ്പോൾ നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കണം. അതായത് സവാള ഒന്ന് ജസ്റ്റ് വാടിയാൽ മാത്രം മതി കേട്ടോ. കളറൊന്നും ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി വെള്ളത്തിൻ്റെ അളവ് പറയുവാണെങ്കിൽ അരിയുടെ ഡബിളാണ് വെള്ളം വേണ്ടത്. 1 കിലോ അരിയാണ് എടുത്തിരിക്കുന്നത്. ഈ 1 കിലോ അരി എന്ന് പറഞ്ഞാൽ 250 ml ഗ്ലാസ്സിൽ 4 ഗ്ലാസ് ഉണ്ടെങ്കിൽ 8 ഗ്ലാസ് വെള്ളം എടുക്കുക. അതാണ് അളവ്. അപ്പം അരി ഇവിടെ നമുക്ക് ഒരു പാത്രത്തിൽ അളന്നെടുത്ത് വെച്ചിട്ടുണ്ട്. അതേ പാത്രത്തിൽ തന്നെ അരിയുടെ അതേ ലെവലിൽ ഡബിൾ വെള്ളം ഒഴിക്കുക. അതാണ് വെള്ളത്തിൻ്റെ അളവ്.
ഇനി ഈ വെള്ളത്തിലോട്ട് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ അല്പം മുൻപിൽ നിൽക്കണം, എങ്കിലേ അരി വെന്ത് വരുമ്പോൾ ഉപ്പ് പാകത്തിനാവുള്ളൂ. ഇവിടെ അരി കഴുകി കുതിർത്തി വെച്ചിട്ടുണ്ട്. 10 മിനിറ്റോളം അരി കുതിർത്തി വെക്കണം. 10 മുതൽ 20 മിനിറ്റ് വരെയും ചില അരി കുതിർത്തി വെക്കേണ്ടി വരും. അപ്പോൾ അരി നല്ലപോലെ കഴുകി കുതിർത്തി ഇവിടെ വെച്ചിട്ടുണ്ട്. ജീരകശാല അരിയാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ നീളമുള്ള ബസ്മതി അരി ആണെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. വെള്ളം നല്ലപോലെ വെട്ടി തിളച്ച് വരുന്ന സമയത്ത് ഈ കുതിർത്തി വെച്ചിരിക്കുന്ന അരിയിൽ നിന്ന് വെള്ളം മാറ്റിയതിന് ശേഷം അരി ഈ വെള്ളത്തിലോട്ട് ചേർത്ത് കൊടുക്കുക. തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തിലോട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം മൂടി വെച്ച് ഹൈ ഫ്ലെയിമിൽ വീണ്ടും വെള്ളം തിളയ്ക്കാനായിട്ട് വെക്കുക. തിളച്ച് വന്നതിന് ശേഷം തീ കുറച്ച് വെച്ച് ആ വെള്ളം നല്ലപോലെ വറ്റിച്ചെടുക്കുക. അപ്പോൾ ബിരിയാണിക്കുള്ള ചോറും റെഡി ആയിട്ടുണ്ട്. ഉമ്മ ചോറ് വേവിച്ച അതേ പാത്രത്തിൽ തന്നെയാണ് ബിരിയാണി ദമ്മാക്കുന്നത്. അതുകൊണ്ട് ആദ്യം തന്നെ ആ ചോറ് കംപ്ലീറ്റ് വേറെ ഒരു പാത്രത്തിലോട്ട് മാറ്റി വെച്ചു. ഇനി ഇതൊരു 1/4 കപ്പ് പാലാണ് ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്നത്. ഈ 1/4 കപ്പ് പാലിലേക്ക് നമുക്ക് 3 ഡ്രോപ്പ് റോസ് വൈറ്റ് എസൻസ് ചേർത്ത് കൊടുക്കുവാണ്. ഉമ്മ ഇറച്ചി ബിരിയാണിക്ക് ഇങ്ങനെ ഒരു പാലിനകത്ത് റോസ് വൈറ്റ് എസൻസ് ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്ത ആ ഒരു കൂട്ട് ദമ്മാക്കുമ്പോൾ ഈ ലെയറിൻ്റെ ഇടയ്ക്ക് ഇട്ട് കൊടുക്കാറുണ്ട്. അപ്പോൾ ഇറച്ചി ബിരിയാണിക്ക് മാത്രമാണ് ഉമ്മ അങ്ങനെ ചെയ്യുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുള്ളത്. മീൻ ബിരിയാണിക്കോ ചെമ്മീൻ ബിരിയാണിക്കൊന്നും അങ്ങനെ ചെയ്യാറില്ല. പിന്നെ ചിക്കൻ വേവിച്ചതിൽ നിന്ന് കുറച്ച് ഗ്രേവി എടുത്ത് മാറ്റി ഉമ്മ വേറൊരു ബൗളിലോട്ടും വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ദമ്മാക്കാം. അതിനുവേണ്ടി ആ അരി വേവിച്ച പാത്രത്തിൻ്റെ അടിയിലേക്ക് ആ വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ പീസസ് പതുക്കെ നിരത്തിയിടുവാണ്. ഉടഞ്ഞു പോകാതെയൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഇത്തവണ ബിരിയാണി പീസ് എന്ന് പറഞ്ഞിട്ട് വാങ്ങിയെങ്കിലും ചെറിയ പീസുകളായിട്ടൊക്കെ ചില പീസുകൾ കട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നല്ലപോലെ വെന്ത് വരുമ്പം ചിലത് ഉടഞ്ഞു പോയിട്ടുമുണ്ട്. അപ്പോൾ ഉടയാതെ തന്നെ നിങ്ങൾ ആ ബിരിയാണി ചെമ്പിൻ്റെ അടിയിലോട്ട് ഇട്ട് കൊടുക്കുക. ചിക്കൻ്റെ എല്ലാ പീസസും ഈ ചെമ്പിൻ്റെ അടിയിലോട്ട് നിരത്തി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അതിൻ്റെ മുകളിലേക്ക് ആ പൊരിച്ച് വെച്ചിരിക്കുന്ന സവാളയും മല്ലിയിലയും പുതിനയും കുറച്ചെടുത്തിട്ട് കൈകൊണ്ട് നല്ലപോലെ ഒന്ന് ഞെരടിയിട്ട് മിക്സ് ചെയ്ത് ഒന്ന് പൊടിച്ചിട്ട് ഇതിൻ്റെ മുകളിലോട്ട് വിതറി കൊടുക്കുക. അപ്പോൾ ഈ ചിക്കനിലോട്ട് നല്ലപോലെ ഈ പൊരിച്ച സവാളയുടെ ഫ്ലേവറൊക്കെ ഇറങ്ങും. അതിനുശേഷം നമുക്ക് ആ വേവിച്ച് വെച്ചിരിക്കുന്ന അരിയിൽ നിന്ന് കുറച്ച് ഒരു ലെയർ നമുക്കിതിൻ്റെ മുകളിലോട്ട് നിരത്തിയിടാം. നിരത്തിയതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് ആ എടുത്തു വെച്ചിരിക്കുന്ന ചിക്കൻ വേവിച്ച ഗ്രേവി ഇല്ലേ, ആ ഗ്രേവി കുറച്ച് ഒരു സ്പൂൺ വെച്ചിട്ട് നിരത്തി ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് സവാളയും മല്ലിയിലൊക്കെ പൊരിച്ചു കോരിയത് വിതറുക. അതിൻ്റെ മുകളിലോട്ട് വീണ്ടും ഒരു ലെയറും കൂടി ചോറ് നിരത്തി ഇടുക. അതിനുശേഷം ആ പാലും റോസ് വൈറ്റ് എസൻസും കൂടെ മിക്സ് ചെയ്തത് കുറച്ചൊന്ന് മുകളിലോട്ട് തളിച്ചു കൊടുക്കാം. അതിനുശേഷം ആ ഗ്രേവിയൊക്കെ വീണ്ടും മുകളിലോട്ട് നിരത്തി ഇട്ട് കൊടുക്കുക. വീണ്ടും നമ്മൾ സവാളയും മല്ലിയിലൊക്കെ പൊരിച്ചു കോരിയത് അതിൻ്റെ മുകളിലോട്ട് നിരത്തിയിടുക. ഇതിന് കൂടെ വേണമെങ്കിൽ നമുക്ക് ക്യാഷും കിസ്മിസും ഒക്കെ പൊരിച്ച് കോരാം കേട്ടോ. ഇവിടെ പിന്നെ ആർക്കും ക്യാഷും കിസ്മിസും ഒന്നും ബിരിയാണിയിൽ പൊരിച്ച് കിടക്കുന്നത് ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് ഉമ്മ അത് ചെയ്യാതെ ഇരിക്കുന്നത്. ഉമ്മ തന്നെയാണ് കേട്ടോ ഇത് ചെയ്ത് കാണിക്കുന്നതും. ഇനി ഇതിൻ്റെ മുകളിലോട്ട് വീണ്ടും ഒരു ലെയറും കൂടി ചോറ് നിരത്തുക. അതിനുശേഷം അതിൻ്റെ മുകളിലേക്ക് ബാക്കിയുള്ള ഗ്രേവിയും കൂടി ഒഴിച്ചു കൊടുക്കുക. അതിൻ്റെ മുകളിലേക്ക് വീണ്ടും സവാളയും മല്ലിയിലൊക്കെ പൊരിച്ച് കോരിയത് വെതറിയിട്ട് ആ ബാക്കി വരുന്ന റോസ് വൈറ്റ് എസൻസും പാലും കൂടി ഫുള്ളായിട്ടൊന്നും ചേർത്ത് കൊടുക്കണ്ട. 1/4 കപ്പ് വേണം എന്നില്ല. 1/4 കപ്പിനും കുറച്ചും കൂടെ കുറവാണെങ്കിലും കുഴപ്പമില്ല. പാകത്തിന് ചേർത്ത് കൊടുക്കുക. എസൻസിൻ്റെ ചുവ ഓവറാവാൻ പാടില്ല. 2-3 ഡ്രോപ്പ് മാത്രം ആ പാലിലോട്ട് മിക്സ് ചെയ്തിട്ട് മുകളിലോട്ട് ഒഴിച്ചു കൊടുക്കാവുള്ളൂ. അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് എസൻസിൻ്റെ ടേസ്റ്റ് വരും. അത് പിന്നെ ബിരിയാണിയുടെ ടേസ്റ്റ് തന്നെ മാറ്റിക്കളയും. വീണ്ടും നമുക്ക് ആ എടുത്ത് വെച്ചിരിക്കുന്ന ഗ്രേവി ഇതിൻ്റെ മുകളിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇങ്ങനെ ഫുള്ള് ലെയർ ചെയ്തതിന് ശേഷം മുകളിൽ കുറച്ച് സവാളയും മല്ലിയിലയൊക്കെ പൊരിച്ച് കോരിയതും കൂടി വിതറുക. അതിനുശേഷം നല്ലതുപോലെ ഒരു മൂടി വെച്ച് മൂടിയതിന് ശേഷം നല്ല കട്ടിയുള്ള ഫ്രൈയിങ് പാൻ പോലെയുള്ള എന്തെങ്കിലും ഒരു പാത്രം തീയുടെ മുകളിലോട്ട് വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് ഈ ബിരിയാണി ചെമ്പും എടുത്ത് വെക്കുക. അങ്ങനെ ഒരു ചെറിയ തീയിലിട്ട് 10 മിനിറ്റോളം ആവിയൊക്കെ വരാനായിട്ട് വെയിറ്റ് ചെയ്യുക. ഇപ്പോൾ ഇവിടെ ആവിയൊക്കെ വന്ന് നല്ല പാകമായിട്ടുണ്ട്. നല്ല ബിരിയാണിയുടെ ഫ്ലേവർ വരുന്നുണ്ട്. ഇതിനി നിങ്ങൾക്ക് ചൂടോടുകൂടി തന്നെ സെർവ് ചെയ്യാവുന്നതാണ്. ഉമ്മ ഉണ്ടാക്കുന്ന
ചെമ്മീൻ ബിരിയാണിയുടെ വീഡിയോ ഞാൻ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ചെമ്മീൻ ബിരിയാണി ഉണ്ടാക്കാൻ ഇഷ്ടമുള്ളവർ ആ വീഡിയോ ഒന്ന് ചെക്ക് ചെയ്തതിന് ശേഷം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ഈ പെരുന്നാളിന് എല്ലാവരും ഈ ബിരിയാണി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. എല്ലാവർക്കും നല്ലൊരു സമാധാനം സന്തോഷം നിറഞ്ഞ ഈദ് ആശംസിക്കുന്നു. അപ്പോൾ മറ്റൊരു നല്ല റെസിപ്പിയായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക് യു. ബൈ.